നമസ്കാരം, ഞാൻ ഡോക്ടർ അംബ്ലി ജോസ്, അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റും ലാപ്രോസ്കോപ്പിക് സർജനും വന്ധ്യതാ ചികിത്സാ സ്പെഷ്യലിസ്റ്റുമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം വന്ധ്യത, അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ ചികിത്സാ സാധ്യതകളെക്കുറിച്ചുമാണ്. അപ്പം വന്ധ്യത എന്നാൽ എന്താണ്? ഒരു ദമ്പതികൾ ഒരു വർഷത്തോളം ഗർഭനിരോധനത്തിന് മാർഗങ്ങളൊന്നും ഉപയോഗിക്കാതെ ഒരുമിച്ച് താമസിച്ചിട്ടും കുഞ്ഞുങ്ങളാവുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഗർഭധാരണം നടക്കുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ വന്ധ്യത എന്ന് പറയുക. ഇത് ഒരു 35 വയസ്സിന് താഴെയാണ് സ്ത്രീക്ക് പ്രായമെങ്കിലാണ് നമ്മൾ ഒരു വർഷത്തോളം വെയിറ്റ് ചെയ്യുക. 35 വർഷത്തിന് മുകളിൽ പ്രായമുള്ളവർ, അല്ലെങ്കിൽ പീരിയഡ്സ് ഇറഗുലർ ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും ഓവറിയിൽ സർജറി ഒക്കെ ചെയ്തിട്ടുള്ളവർ, അവരിലൊക്കെ നമ്മൾ 6 മാസക്കാലം കഴിഞ്ഞ ഉടനെ നമ്മൾ വന്ധ്യതയുടെ റീസൺസ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാവുന്നില്ല എന്ന് നേരത്തെ തന്നെ നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഇനി വന്ധ്യതയുടെ ട്രീറ്റ്മെൻറ്റ് എന്താണ്, ചികിത്സാ സാധ്യതകൾ എന്താണ്? അപ്പോൾ അത് പറയുന്നതിനായിട്ട് നമുക്ക് ആദ്യൊരു ഉദാഹരണത്തിലേക്ക് കിടക്കാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു പനി വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ പനിയുടെ ട്രീറ്റ്മെൻറ്റ് എന്താ? പനിയുടെ ട്രീറ്റ്മെൻറ്റ് നമുക്കറിയാം, നമ്മൾ ആദ്യം എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കാനായിട്ട് നോക്കും അല്ലേ. അപ്പോൾ ചിലർക്കൊരു വൈറൽ ഫീവർ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മലേറിയ ആയിരിക്കാം, എന്തെങ്കിലും ഇൻഫെക്ഷൻ ആണോ, അല്ലെങ്കിൽ ചിലപ്പം റീസൺ ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും തന്നെ അങ്ങ് മാറിപ്പോകുന്ന ചെറിയൊരു പനിയായിരിക്കാം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ വന്ധ്യത. അപ്പോൾ വന്ധ്യതയ്ക്ക് എന്താണ് റീസൺ എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാനായിട്ട് നോക്കുക. അപ്പോൾ അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് ആ കാരണത്തിനെ നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കും. ഇനി ചിലരിൽ കാരണം ഉണ്ടായിന്ന് വരില്ല, ജസ്റ്റ് നമ്മൾ ചെറിയൊരു കൗൺസിലിംഗ് കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇൻഫർമേഷൻ്റെ ഒരു കുറവ് കൊണ്ടോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ജീവിതശൈലിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ശരിയാവുന്ന കറക്റ്റബിൾ ഫാക്ടേഴ്സ് ഉണ്ടാവാം. അപ്പോൾ അതിനെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് പോകും. ഇനി ബാക്കി എന്താണ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടാവാം അല്ലേ, കറക്റ്റ് ചെയ്യാൻ പറ്റിയ എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാവാം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഒരു ഗർഭധാരണം നടക്കുന്നു, ഒരു ഹെൽത്തി പ്രഗ്നൻസിക്ക് എന്തൊക്കെ വേണമെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ നമുക്കറിയാം, ഒരു ഹെൽത്തി പ്രഗ്നൻസിക്ക് ഒരു അണ്ടം വേണം, ഒരു സ്പേം വേണം, ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് മീറ്റ് ചെയ്യാനായിട്ടൊരു ട്യൂബ് വേണം. അതായത് ഗർഭാശയത്തിലേക്ക് നമ്മുടെ അണ്ടത്തിനെ കൊണ്ടുവരാനായിട്ട് ഒരു നോർമൽ ട്യൂബ് വേണം. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഗർഭധാരണം നടക്കുകയാണെങ്കിൽ ആ ഭ്രൂണത്തിന് വന്ന് വളരാൻ പറ്റിയൊരു ഗർഭപാത്രം വേണം. അപ്പം ഇതിലെവിടെയെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഗർഭധാരണത്തിന് ബുദ്ധിമുട്ടുണ്ടായേക്കാം. അതായത് ഫസ്റ്റ് ഫാക്ടറായ അണ്ടം. അപ്പം ചിലരിൽ പീരിയഡ്സ് ചിലപ്പോൾ ഇറഗുലർ ആയിരിക്കാം, ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എഗ്ഗിൻ്റെ വളർച്ചയ്ക്ക് കുറവായിരിക്കാം, PCOD ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയ ഓവറിയിലെ സിസ്റ്റുകളായിരിക്കാം. അപ്പം ഇതെന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ ആദ്യം പേഷ്യൻറ്റിൻ്റെ പീരിയഡ്സിനെ കുറിച്ചൊരു ഹിസ്റ്ററി എടുക്കുക. പിന്നെ നമ്മളൊരു ചെറിയൊരു അൾട്രാസൗണ്ട് സ്കാനിങ് നമ്മൾ OPD തന്നെ ചെയ്യാവുന്ന ഒരു ചെറിയൊരു പ്രൊസീജിയറാണ്. അപ്പോൾ അതിൽ നമുക്ക് അണ്ടവളർച്ചയെക്കുറിച്ച് ചെറിയൊരു ധാരണ കിട്ടും. രണ്ടാമത്തെ ഫാക്ടറായ സ്പേംസ്, അതായത് ഹസ്ബൻഡിൻ്റെ സിമെൻ അനാലിസിസ് എന്ന് പറയുന്ന ചെറിയൊരു ടെസ്റ്റാണ്. അതിൽ നമ്മൾ ആ സിമെനിൽ ശുക്രാണുവിൻ്റെ നമ്പേഴ്സ് എങ്ങനെയുണ്ട്, അതിൻ്റെ മോട്ടിലിറ്റി എങ്ങനെയുണ്ട്, അതിൻ്റെ മൂവ്മെൻറ്റ്, അതിന് ചലനശക്തി ഉണ്ടോ, അതിൻ്റെ ഷേപ്പ് നോർമലാണോ, ഇതൊക്കെ ചെയ്യുന്ന ഒരു ചെറിയൊരു ടെസ്റ്റ്, ഒരു ബേസിക് ഇവാലുവേഷനും ചെയ്യണം. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ എന്നിട്ടും നമുക്ക് ഗർഭധാരണം നടക്കുന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പായ ട്യൂബ് ടെസ്റ്റിലേക്ക് കടക്കണം. അപ്പോൾ ട്യൂബ് ടെസ്റ്റ് നമുക്ക് പല രീതിയിൽ ചെയ്യാം. അതായത് നമുക്ക് ചെറിയ OP തന്നെ ചെയ്യാവുന്ന യൂട്രസിനകത്തേക്ക് സ്കാനിങ് വഴിയായിട്ട് നമുക്ക് SST എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഒരു യൂട്രസിനകത്തേക്ക് ഒരു ഫ്ലൂയിഡ് കടത്തിവിട്ട് ട്യൂബിന് പുറത്തേക്ക് വരുന്നുണ്ടോ എന്നൊരു എക്സ്റേ എടുത്ത് നോക്കാനായിട്ട് പറ്റും. ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് തോന്നുവാണെങ്കിൽ നമുക്കൊന്ന് കൺഫേം ചെയ്യുവാനായിട്ട് നമ്മളൊരു ചെറിയ കീ ഹോൾ പ്രൊസീജിയറായ ലാപ്രോസ്കോപ്പി, അതായത് ലാപ്രോസ്കോപ്പിക്കലി നമ്മൾ ട്യൂബ്സ് ഓപ്പൺ ആണോ എന്ന് നോക്കും. ഇനി ചെറിയ ബ്ലോക്കുകൾ എന്തെങ്കിലും ട്യൂബ്സിലുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ഈ പ്രൊസീജിയർ തന്നെ വാഷ് ഔട്ട് ചെയ്യാൻ പറ്റും. അല്ല ഇനി എന്തെങ്കിലും ബ്ലോക്ക്സ് കാണുവാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ടും നമുക്ക് ഈ ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ ഹിസ്ട്രോസ്കോപ്പി വഴിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നാലാമത്തെ ഫാക്ടറായ യൂട്രസ്. ഇനി ചിലർക്ക് യൂട്രസിൽ ചെറിയ മുഴകൾ ഉണ്ടാവാം, അതായത് നമ്മൾ ഈ ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്ന ചെറിയ യൂട്രൈൻ ഫൈബ്രോയിഡ്സ്. ഇനി എല്ലാ യൂട്രൈൻ ഫൈബ്രോയിഡ്സ് കൊണ്ടും പ്രഗ്നൻസി ഉണ്ടാവാതിരിക്കുന്നില്ല. നമ്മുടെ യൂട്രസിൻ്റെ ബേബി കിടക്കുന്നതിന് അടുത്തുള്ള വലിയ ഫൈബ്രോയിഡുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു ഫാക്ടർ ആയേക്കാം. അതിനെ റിമൂവ് ചെയ്യുന്നത് നമ്മൾ പ്രഗ്നൻസിക്കായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ചിലരിൽ ചെറിയ ഈ മുഴകൾ അല്ലെങ്കിൽ യൂട്രസിനകത്തുള്ള ചെറിയ ഒട്ടിപ്പിടുത്തങ്ങളെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കത് പ്രഗ്നൻസി ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വന്ധ്യത എന്ന് പറയുന്നത് ഏതൊരു രോഗം പോലെയും എന്താണ് അതിൻ്റെ കാരണമെന്ന് കണ്ടുപിടിച്ച് അതിനെ കറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രഗ്നൻസി പോസിബിളാണ്. അടുത്തതായിട്ട് വന്ധ്യത അനുഭവിക്കുന്ന പലർക്കും തോന്നുന്നതാണ്, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല.
കണക്കുകൾ പ്രകാരം 6ൽ ഒരാൾക്ക് വന്ധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾ കറക്റ്റ് സമയത്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ചെറിയ കറക്ഷൻസിലൂടെ നമുക്ക് പ്രഗ്നൻസി പോസിബിൾ ആണ്.